ദൃശ്യങ്ങൾ ദൗത്യ സംഘം ഒരു പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന സംഭവം തന്നെയാണ്. സുരേഷ് സജിയോട് നമുക്ക് ഒന്നുകൂടി ചോദിക്കാം. സുരേഷ്, ഇപ്പോൾ ചില വനപാലകരെയൊക്കെ നമുക്ക് തൂക്ക് ഏന്തിയ വനപാലകരെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ലൈവ് വിഷ്വലാണെന്ന് നമ്മൾ അറിയാം. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ദൗത്യം ആരംഭിക്കാൻ സമയമായോ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആന ഇപ്പോൾ ഈ പ്ലാന്റേഷനിലൂടെ ചെക്ക് പോസ്റ്റിന് സമീപത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെക്ക് പോസ്റ്റിന് സമീപത്തേക്ക് ആന വരുന്നു. തോക്ക്, അതായത് ആന ഏതെങ്കിലും തരത്തിൽ ഈ അക്രമകാരിയാകുകയാണെങ്കിൽ ആനയെ റബ്ബർ ബുള്ളറ്റ് ഇട്ട തോക്കാണ്. ആ തോക്ക് ഉപയോഗിച്ച് ആനയെ ആന ഇപ്പോൾ ഈ മേഖലയിലേക്ക്, അതായത് ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ആനക്കരികിലുണ്ട്. ദൗത്യത്തിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല, അതായത് ആനയെ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല. കുങ്കികളെ കൂടി ഈ മേഖലയിലേക്ക് എത്തിക്കണം. കുങ്കികളെ കൂടി എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ ആന കൂടുതൽ, അതായത് ഇപ്പോൾ ഈ പ്ലാന്റേഷനിൽ നിന്ന് വെറ്റിലപ്പാറ മേഖലയിലേക്ക് ആന കൂടുതൽ നടന്നെടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ആന ഈ മേഖലയിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആന ഇത്തരത്തിലായിരുന്നു. അതായത് ഈ പുഴ മുറിച്ച് കടന്ന് കയറിയതിനു ശേഷം ആ ആന പിന്നീട് ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്ന് ഇവിടെ ഒരു ചെറിയൊരു തുരുത്തുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ചെളിയിൽ നിന്ന് ആന ചെളി വാരി എറിയുന്ന ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക്, തുരുത്തിലേക്ക് ആന നീങ്ങും എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ആനയുടെ സഞ്ചാരം എന്നുള്ളതാണ്. ആന നീങ്ങുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയ്ക്ക് മുന്നിലൂടെ നടന്നു വരുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് കരുതുന്ന ആനയുണ്ട്, അതിനൊപ്പം തന്നെ പരുക്കേറ്റ ആനയുമുണ്ട്. ആ ഉദ്യോഗസ്ഥർ നടന്നു വരുന്നത് ആന കൂടുതൽ നീങ്ങുന്നു എന്നുള്ള സൂചനയാണ്. ആന ഇപ്പോൾ നമുക്കരികിലേക്ക്, നമ്മൾ നിൽക്കുന്ന ഈ ചെക്ക് പോസ്റ്റിന്റെ മേഖലയിലേക്ക് ആന വരികയാണ്. ഇത് കൂടുതൽ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇടമാണ് ദൗത്യം നടത്തുന്നതിന് വേണ്ടി. കാരണം വാഹനം എത്തുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ സുഖമായി തന്നെ ഈ ആനയെ ഇവിടെ വെച്ച് മയക്കുവെടി വെക്കുകയാണെങ്കിൽ അഭയാരണ്യത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിനും ഈ ആനയെ മാറ്റുന്നതിനടക്കം അവർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന നിലയുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ ദൃശ്യത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ആന കൂടി താഴെ നിന്ന് കയറി വരുന്നുണ്ട്. അതാണ് കൂടുതൽ ആന ഈ ആനക്കരികിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ദൗത്യം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ഈ ഇവിടെ നിന്ന്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് തോട്ടം തൊഴിലാളികളടക്കം ഇപ്പോൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അവർ ഈ രാവിലെ 7 മണിക്ക് രാവിലത്തെ ഷിഫ്റ്റിലേക്ക് അടക്കം കയറിയ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരെല്ലാം തന്നെ ഇവർ ക്ലിയർ ചെയ്യുന്നുണ്ട്, നിലവിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആന കൂടുതൽ അടുത്തേക്ക് നമ്മൾ നിൽക്കുന്ന മേഖലയിലേക്ക് നീങ്ങി വരികയാണ്. അതായത് ഇത് വെറ്റിലപ്പാറ പ്ലാന്റേഷനോട് ചേർന്ന് വെറ്റിലപ്പാറ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ഈ ആന വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ സാധ്യത, അതായത് ഏറ്റവും എളുപ്പത്തിൽ ഈ ആനയെ മയക്കുവെടി വെക്കുന്ന നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക് ആന നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ആനയ്ക്കൊപ്പം ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന കൂടിയുണ്ട്. നമുക്ക് ദൃശ്യത്തിലേക്ക് പോയാൽ ആനയെ കാണാൻ കഴിയും. അല്പസമയത്തിനകം ആനയുടെ ദൃശ്യങ്ങൾ കൂടി കാണാം. നമുക്കിതാ ആന ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആനയെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ആനയെ കാണാൻ കഴിയുന്നു. ആന കൂടുതൽ അടുത്തേക്ക് നമുക്ക് അരികിലേക്ക് വരുന്നുണ്ട്. ദൃശ്യത്തിൽ കാണാം. നമ്മൾ എങ്ങനെയാണ് ആദ്യം, അതായത് നമ്മൾ ഈ പ്ലാന്റേഷന്റെ ചെക്ക് പോസ്റ്റിലേക്ക് വന്നതുപോലും അത് തന്നെയായിരുന്നു. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ആന ആ രീതിക്ക് തന്നെ ആനയുടെ സഞ്ചാരപാത പോകുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ അനുഗമിച്ച് വരുന്നതാണ് കാണുന്നത്. മുന്നിലുമുണ്ട്, പുറകിലും ഇതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ പറയുന്നത്, അതായത് ഇവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആന ഒരു ശക്തമാകുന്ന ഒരു നിലയുണ്ടായാൽ അത് ഫയർ ചെയ്യുന്നതിന് വേണ്ടി, അത് റബ്ബർ പെല്ലറ്റ് വെച്ച് ആനയെ ഫയർ ചെയ്ത് കൂടുതൽ ഇടത്തേക്ക്, അതായത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ആന മാറ്റിവിടുന്നതിന് വേണ്ടിയുള്ള തോക്കാണ് ഇപ്പോൾ ആ നിൽക്കുന്ന ഫോറസ്റ്റുകാരുടെ കയ്യിലുള്ളത്. മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇതിന് പുറകിലുണ്ട്. അടക്കമുള്ള ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം കൂടി അല്പസമയത്തിനകം ഈ മേഖലയിലേക്ക് എത്തും. അത് പറയുന്നത് നമ്മുടെ ആനയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി ക്ലോസായി പോകാം എന്ന്, കുറച്ചുകൂടി സൂം ചെയ്താൽ നമുക്ക് ആനയുടെ ദൃശ്യം കാണാം. ആനദാ ഇപ്പോൾ ഈ പ്ലാന്റേഷനിലേക്ക് കടന്നു വരുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ആന മുകളിലേക്ക് കയറി പോകുന്നു, മുകളിലേക്ക് കയറി വരുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഇന്നലെ മുതൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഈ ആന ഉണ്ടായിരുന്നില്ല. രാവിലെ തുടങ്ങി തന്നെ, അതായത് പുലർച്ചെ 5 മണിയോടുകൂടി ദൗത്യസംഘം ഈ മേഖലയിലേക്ക് കയറിയതാണ്. ഈ മേഖലയിലേക്ക് ദൗത്യസംഘം കയറുന്നു. ആ സമയത്ത് ദൗത്യസംഘം ഈ ആനയെ തിരഞ്ഞു നടന്നെങ്കിൽ പോലും രാവിലെ ആനയെ കാണാൻ
കാണാൻ സാധിച്ചിരുന്നില്ല. വെറ്റ്ലപ്പാറയ്ക്ക് സമീപം ചിക്ലായി എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യമോ മറ്റോ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ചെക്ക് പോസ്റ്റിന് സമീപം ഇപ്പോൾ ഈ ആന വരുന്ന അറിഞ്ഞൊക്കെ ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ക്ലിയർ ചെയ്യുന്നു. ആ മുന്നിൽ വരുന്ന ആനയാണ് ആ മസ്തകത്തിൽ മുറിവേറ്റ ആന. അതിന്റെ ഒപ്പം മറ്റൊരു കൊമ്പൻ കൂടിയുണ്ട്. ഏഴാറ്റുമുഖം ഗണപതി എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏഴാറ്റുമുഖം ഗണപതിയെ അതിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ദൗത്യത്തിന് വെല്ലുവിളിയായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഒരു ആന കൂടിയുണ്ട്. സ്വാഭാവികമായും ആ കൊമ്പനെ കൂടി തുരത്തിയാൽ മാത്രമാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ഇവിടെ നിന്ന് പിടികൂടുന്നതിലേക്ക്, ദൗത്യം പൂർത്തിയാക്കുന്നതിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ.